കോളേജിലും തൃശൂർ ജനറൽ ആശുപത്രിയിലും ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നമുക്ക് നല്ല ബേൺസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് പരമാവധി ചികിത്സ നമുക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നൽകാൻ കഴിയും. അധികമായിട്ട് വേണ്ട ഡോക്ടേഴ്സ്, സ്റ്റാഫ് അവരെ നിയോഗിക്കുന്നതിന് വേണ്ടി കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജും പ്ലാസ്റ്റിക് സർജൻസ് ആവശ്യമെങ്കിൽ അവിടെ നിന്നുകൂടി വിന്യസിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തേക്ക് ഒരു മെഡിക്കൽ ടീം പോയിട്ടുണ്ട്. ആംബുലൻസുകൾ ആദ്യമേ തന്നെ നമ്മൾ വിന്യസിച്ചിരുന്നു. ഇപ്പോ നമുക്ക് നിലവിൽ അവിടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചവരിൽ ചിലരിൽ 100% ബേൺസ് ഉള്ളവരുണ്ട്. 3 പേരാണ് 3 മൃതശരീരങ്ങളാണ് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിലുള്ള വിവരം. അതല്ലാതെ പരിക്കേറ്റ് മൈനർ ഇഞ്ചുറീസ് ആയിട്ടുള്ളവരെയും അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എത്തിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പൊള്ളലിനുള്ള ചികിത്സ, അതോടൊപ്പം മറ്റ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ, ആവശ്യമായ അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതെല്ലാം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. അധികമായി നമുക്ക് ആവശ്യമായി വരുന്നത് ചിലപ്പോൾ ഒരു കാഷ്വാലിറ്റിയുടെ ഒരു ആഴമനുസരിച്ച് എത്രത്തോളം കൂടുതൽ ഡോക്ടേഴ്സ്, നഴ്സസ് മറ്റുള്ളവരെ വേണമെങ്കിൽ അതുകൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീമതി വീണ ജോർജ്, എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് പോലും സ്ഥിരീകരണമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇപ്പോൾ ഈ സ്ഫോടനം നടക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അങ്ങോട്ടൊക്കെ എത്താനും പ്രയാസമുണ്ട്. അപ്പൊ ഇനിയും ആളുകളെ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് എത്തിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ട്. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. നമ്മൾ കൂടുതൽ ആളുകൾ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് എല്ലാ സ്റ്റാഫും അവിടേക്ക് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. NHM നിന്നുള്ള സ്റ്റാഫിനെ അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അപ്പോ ആളുകൾ വരുന്നതനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്.